നാഗ അശ്വിൻ ഡയറക്റ്റ് ചെയ്ത കൽക്കി 2819 AD എന്ന സിനിമയിലെ റിവ്യൂ വരെ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് ഹോളിവുഡ് വരെ പെട്ടെന്ന് പോയിട്ട് ടക്ക് ചെയ്യുന്ന തിരിച്ചുതരാം. വെൽക്കം ടു ഒരു വഴി നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാഗ അശ്വിൻ ഡയറക്റ്റ് ചെയ്ത കൽക്കി 2819 AD എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ചിത്രത്തിനെ പറ്റി ഒന്ന് പറയാം. അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദിവ്യ പദുക്കോൺ, പിന്നെ നമ്മളെ കമൽഹാസൻ എല്ലാവരും കൂടെ ചേർന്ന് അഭിനയിച്ച കലക്കി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കലക്കിയ ഒരു സിനിമ തന്നെയാണ് എടുത്തു പറയാനുള്ളൂ. ഈ സിനിമ മെയിനായിട്ട് പറയേണ്ടതിൻ്റെ VFX, എഡിറ്റിങ്, ഗ്രാഫിങ്, ആനിമേഷൻ ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു സൂപ്പർ സിനിമ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഭാസ് അമിതാഭ് ബച്ചനായിട്ടുള്ള ഒരു 5 സീൻസ് ഉണ്ട്. എൻ്റെ മോനെ പറയാനൊന്നുമില്ല, അടിപൊളി എന്ന് തന്നെ പറയാം. ഇത് എടുത്തിരിക്കുന്ന മൊത്തത്തിൽ 600 കോടിക്കാണ് ഈ ഫിലിം എടുത്തിരിക്കുന്നത്. നമ്മളെ നാഗ അശ്വിൻ ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് 4 ലേഡീസ് കൂടെ ചേർന്നിട്ടാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. മൊത്തത്തിൽ അടിപൊളി ഫിലിം എന്ന് പറയുന്നത് എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഫിലിമാണ്. OTTയോ അല്ലെങ്കിൽ അല്ലാതെ പ്രിൻ്റ് ബേസോ കാണുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ബേസ് എന്തായാലും സ്പോയിൽ ആവുന്നതാണ്. ഇനി ഈ ചിത്രത്തിനെ പറ്റി പറഞ്ഞു പോവാം. പിന്നെ കൂടാതെ തന്നെ നമ്മൾ വിട്ടുപോയ കുറച്ച് പേരുണ്ട്. നമ്മൾ SS രാജമൗലി, അന്നാബെല്ല, ശോഭന, അവരെല്ലാവരും കൂടെ ചേർന്ന് ഓവറോൾ ഒരു ഫുൾ എല്ലാവരും ഫുള്ള് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇൻ്റർവെൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിൽ വലിയൊരു ഹൈപ്പ് കൊടുത്ത പോലെ തന്നെയുള്ള നല്ല സിനിമയാണ്. നെഗറ്റീവ് ബേസ് ചെയ്തിട്ട് ഈ ഫിലിമിന് പറയാനായിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നത് സോങ് ഇച്ചിരിയും കൂടെയൊക്കെ ബെറ്റർ ആക്കുകയെന്നോ പിന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രാഫിക്സ് കാര്യം എഡിറ്റിങ്ങൊക്കെ ഒന്ന് ഓക്കെ, എങ്കിലും അങ്ങനെയൊന്നും പറയാനായിട്ടുള്ളൊരു നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല. ഫുൾ ഇത് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ പിന്നെ വലിയ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ കാണുന്ന ഒരു ഫീലിങ്സ് ആയിട്ടും നമ്മളെ ഒരു ഇന്ത്യൻ ചിത്രം എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു സൂപ്പർ ഫിലിം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരേ ടോണിൽ പോകുന്ന നല്ലൊരു സിനിമ എന്ന് തന്നെ പറയേണ്ടുള്ളൂ. നമ്മളെ കൽക്കി 2819 ഏത് ഹിസ്റ്റോറിക്കലായിട്ടാണ് ഫുള്ളി ചിത്രം പറഞ്ഞത്. ഹിസ്റ്റോറിക്കൽ മാത്രമല്ല, നല്ല രസമായിട്ട് നല്ലൊരു ഒഴുക്കിനൊത്ത് ഒഴുകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ ആ ഒരു ഫ്ലോയിൽ തന്നെ അന്നാബെല്ലും നമ്മളെ നാഗാർജുനനും അതേപോലെ തന്നെ നമ്മളെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ എല്ലാവരും നല്ലൊരു അവരുടെ തന്നെ ഒരു ഫുള്ളി അവർ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ ഈ ചിത്രം കാണുമ്പം തന്നെ അറിയാം. എനിക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ തന്നെ നല്ല ഹിസ്റ്റോറിക്കൽ ഫിലിമാണ്. നല്ല VFX ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഫിലിമാണ്. എല്ലാവർക്കും നല്ല ഒരേപോലെ ഇഷ്ടപ്പെടുന്നതല്ല, നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും പറയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിനി തിരിച്ചു വരാം.